ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പൊന്നിയരിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പൊന്നിയരിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അരി ചെറുതായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് കുതിർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മുമ്പേ ഞാൻ റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കശുവണ്ടിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. നെയ്യിൽ മാത്രമായിട്ട് തയ്യാറാക്കിയാലും മതി. ഞാനിപ്പോൾ നെയ്യ് എൻ്റെ കയ്യിൽ കുറവായിരുന്നത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. ഇനി അതിൽ ഇപ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഈ ചോറിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് ഈ കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് കടുകിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ ചോറിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ കടുകും വറ്റൽമുളക് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റൽമുളക് ചേർക്കാം. എന്നിട്ട് കടുകൊക്കെ പൊട്ടി വറ്റൽമുളക് കറിവേപ്പിലേക്ക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കുറച്ച് ബീൻസും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീൻസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം. ഇനി കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർക്കാം. കോളിഫ്ലവർ ചേർക്കുമ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി വേണമെങ്കിലും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുത്തതാണ്. ചെറുതായിട്ട് മുട്ട ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി പൊരിച്ചെടുക്കും. പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ അതിൽ കുരുമുളകും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല ചെറിയ ചെറിയ മുട്ടകളായിട്ട് ചെറിയ ചെറിയ സ്ക്രാമ്പിളില്ലേ അതുപോലെ കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ട് ഇല്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട്. കാഷ്നട്ട് കുറച്ച് കൂടുതൽ ചേർത്താലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ അതിലേക്ക് മല്ലിയില ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിയില ചേർത്തു. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ തന്നെ ചെയ്യണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടി ചേർത്തിട്ടുണ്ട്. പൊന്നിയരിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ വേഗം ആയിട്ടുണ്ടെങ്കിലും അത് ഒരുപാടൊന്ന് കുഴഞ്ഞു പോവില്ല. ഒന്നിനൊന്ന് തൊടാതെ കിടക്കുന്ന റൈസാണ് കേട്ടോ പൊന്നിയരി. കുറച്ച് വേഗം ആയാലും അത് അധികം ഒന്ന് കുഴഞ്ഞു പോകാത്ത റൈസാണ്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റൈസും കൂടി ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ റൈസ് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് എങ്കിലും കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ചെറിയ കടായിയാണ്. വലിയ പാത്രം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ വിചാരിച്ചു അത്രയും ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുക്കാത്തത് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി വലിയ പാത്രത്തിൽ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെയല്ല, ഇത് കുറച്ച് ചെറിയ പാത്രമായിപ്പോയി. കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ്. റൈസൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ വേവിച്ച് വെക്കാമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വെജിറ്റബിളൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കാമെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്